നമസ്കാരം. വൈറ്റ് സ്വൺ ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. CPM പിണറായിയിലേക്ക് ഒതുങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ CPM-ൽ വിഭാഗീയത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും CPM-നകത്ത് നാം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിഭാഗീയതയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം പലരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനോടുള്ള ഭയം കൊണ്ട് മാത്രമാണ് പല CPM സഖാക്കളും തങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ തങ്ങൾക്കുള്ള എതിർപ്പ് പുറത്തു പറയാത്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ CPM-ൻ്റെ വിഭാഗീയത ആരംഭിക്കുന്നത് എന്ന് തുടങ്ങിയാണെന്ന് വെച്ചാൽ 1995 കൊല്ലത്ത് നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം. ആ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് VS അച്യുതാനന്ദനെ ഒരു വോട്ടിന് പരാജയപ്പെടുത്തിക്കൊണ്ട് EK നയനാർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു വാർത്ത പുറത്തു വന്നത് ഏകദേശം 3 മാസത്തിന് ശേഷമാണ്. അതായത് ഇങ്ങനെ ഓരോ വോട്ടിംഗ് അവിടെ നടന്നതും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടന്നിരുന്നതെന്നും അത് ഓരോ വോട്ടിനാണ് VS അച്യുതാനന്ദൻ പരാജയപ്പെട്ടതും എന്നൊക്കെയുള്ള കാര്യം 3 മാസത്തിന് ശേഷമാണ് മലയാള മനോരമ പോലുള്ളൊരു പത്രം വാർത്തയായി പ്രസിദ്ധീകരിച്ചത്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ഈ വാർത്ത ചോർത്തിയത് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഈ പാർട്ടി അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ കമ്മീഷനെയൊക്കെ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ 2025 വരുന്ന സമയത്ത് പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ട് തന്നെ ആദ്യ ദിവസം ചോരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിൽ യാതൊരുവിധ അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ട് സംഘടനാ റിപ്പോർട്ട് ചോർന്നു എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് പാർട്ടിക്കകത്തെ വിഭാഗീയത തന്നെയാണ്. ഈ പാർട്ടിക്കകത്ത് ശബ്ദമുയർത്തി സംസാരിക്കാൻ സാധിക്കാത്ത ആളുകൾ തന്നെ സമ്മേളന നഗരിയിൽ നിന്ന് ഈ സംഘടനാ റിപ്പോർട്ട് പുറത്തുള്ള മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തതാണ്. ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ. പക്ഷേ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ സംഘടനാ റിപ്പോർട്ട് പുറത്ത് മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടും ഇതിന് നേരെ ഇത് ആരാണ് ചോർത്തിയതെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ ചോർന്നെന്നോ അന്വേഷിക്കാനായിട്ട് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനിയും ഈ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചാൽ CPM-നകത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ അന്വേഷണ കമ്മീഷൻ ഈ വാർത്ത ചോർത്തിയത് ആരൊക്കെ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ വാർത്ത ചോർത്തിയ ആളുകൾ പരസ്യമായി തന്നെ പുറത്തു വന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടനാ റിപ്പോർട്ട് പുറത്ത് ചോർത്തി കൊടുത്ത ആളുകൾക്കെതിരെ നടപടിയോ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അല്ല, ഈ പാർട്ടിക്കുള്ള മുതിർന്ന നേതാക്കന്മാർ തന്നെ പരസ്യമായിട്ട് ചിലരെങ്കിലും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ ഒരു പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? കാരണം മുതിർന്ന നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പത്മകുമാർ ഏകദേശം 15-ാമത്തെ വയസ്സിൽ SFIയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് രാഷ്ട്രീയം ആരംഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ മനോവേദനയോടുകൂടി പറയുന്ന കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ഞാൻ ഒഴിവാകുന്നു. അത് കൂടാതെ തന്നെ പാർട്ടി എനിക്കെതിരെ നടപടി എടുക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അത് ഒരുപക്ഷെ സസ്പെൻഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്നതാവാം. ഞാൻ എൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നത്. കാരണം വീണ ജോർജിനെ പോലെ ഇപ്പോൾ ഒരു മന്ത്രി എന്നുള്ള രീതിയിലുള്ള പരിഗണന വെച്ചിട്ടാണ് വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയിരിക്കുന്നതെങ്കിലും അത് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം വർഷങ്ങളായി കമ്മ്യൂണിസത്തിന് വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടും പത്തനംതിട്ട ജില്ലയിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് യാതൊരുവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തന പരിചയവുമില്ലാത്ത ഒരാളെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവാക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവുക സ്വാഭാവികമാണ്. പിന്നെ അതിനൊക്കെ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് P ജയരാജൻ കേരളത്തിലുടനീളം സഖാക്കളുടെ എല്ലാം ഒരു ആരാധനാ കഥാപാത്രമാണ് ഈ P ജയരാജൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഏറെ സഖാക്കളുടെ പിന്തുണയുള്ള ഒരു നേതാവിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു വിഭാഗീയതയുടെ ഭാഗം തന്നെയാണ്. പിണറായി വിജയനെ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന പിണറായി വിജയന്റെ തീരുമാനപ്രകാരമാണ് P ജയരാജനെ ഒഴിവാക്കിയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതോടൊപ്പം തന്നെ തോമസ് ഐസക്കിനെയൊക്കെ സെക്രട്ടേറിയറ്റിൽ നിലനിർത്തി എങ്കിൽ തന്നെയും
തോമസ് ഐസക്കിന്റെ ഒക്കെ വോയിസ് ഇല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിലനിർത്തിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട് കിഫ്ബിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. ഈ ആരോപണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നിശബ്ദനാക്കിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇനിയിപ്പോൾ പി കെ ശ്രീമതിയും അതോടൊപ്പം തന്നെ എ കെ ബാലനുമൊക്കെ ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഈ CPM-നകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അനാശാസ്യകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ അതിൻ്റെ തീവ്രത അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തോമസ് ഐസക്കിനെ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതിനപ്പുറത്ത് വലിയ ചുമതലകളോ കാര്യങ്ങളോ ഒന്നും തോമസ് ഐസക്കിന് ലഭിക്കാനായിട്ട് സാധ്യതയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. തോമസ് ഐസക്കൊക്കെ ശക്തമായിട്ട് ഈ പാർട്ടിയുടെ ഈ ഒരു നിലപാടുകൾക്ക് എതിരാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതോടൊപ്പം തന്നെ മേഴ്സിക്കുട്ടിയമ്മ, അങ്ങനെ മുതിർന്ന പല നേതാക്കന്മാരും, ജി സുധാകരനൊക്കെ ഏറെ വേദനയോടുകൂടിയാണ് ഇന്ന് പത്രസമ്മേളനം നടത്തിയതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-നകത്ത് ശക്തമായൊരു വിഭാഗീയത ഉണ്ട്. പക്ഷേ ആ വിഭാഗീയത മറനീക്കി പുറത്തു വരാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയനോടുള്ള ഒരു ഭയമാണ്. കാരണം അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ആർക്കും നിശ്ചയമില്ല. കാരണം നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ആളുകൾക്ക് മേൽ കേസ് ചാർത്തുന്നത് പോലെ അല്ലെങ്കിൽ ആക്രമിക്കുന്നത് പോലെയൊക്കെ തന്നെ പെരുമാറാൻ ശേഷിയുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ജി സുധാകരന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ ഈ ജി സുധാകരൻ KV തോമസിന്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്ന ഒരു പരാമർശമുണ്ട്. ആ പരാമർശം എത്രത്തോളം ശരിയാണെന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ സംസ്ഥാന സർക്കാർ ഒരു കൊടിയ ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം റേഷനിങ് പോലും മുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒന്നിനും പണമില്ല. വാർദ്ധക്യ പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ആർഭാടകരമായ ഒരു ജീവിത ഒരുക്കി കൊടുത്തുകൊണ്ട് തോമസ് മാഷിന് അവിടെ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ബെനിഫിറ്റ്സുമാണ് ഒരു കേരളത്തിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഈ ആനുകൂല്യങ്ങളെല്ലാം പറ്റിയതിന് ശേഷം കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് മുൻപ് കേന്ദ്രമന്ത്രിമാരിൽ പലരുമായിട്ട് പരിചയമുണ്ട്. നരേന്ദ്രമോദിയൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പോയിട്ട് നിവേദനങ്ങൾ കൊടുക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ നിവേദനങ്ങൾക്ക് മേൽ നാളിതുവരെ എന്തെങ്കിലും നടപടി ഉണ്ടായതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ തോമസ് മാഷിനെയൊക്കെ അമിതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകി ഡൽഹിയിൽ നിയമിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ദൂർത്തടിക്കുന്നതിന് തുല്യമാണ് എന്ന് ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, അത് വിമർശിക്കപ്പെടേണ്ടതുമാണ്. പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ വീണ്ടും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് PR വർക്കുകൾ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യർ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, അതുപോലെ ഇനിയും അനവധി സെലിബ്രിറ്റികൾ, അതായത് ജനങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ആളുകളെ കൊണ്ടെല്ലാം പണം കൊടുത്തും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വാഗ്ദാനം ചെയ്തും ഇദ്ദേഹം എല്ലാവർക്കും സുസമ്മതനായ ഒരു ഭരണാധികാരിയാണ് എന്ന് വരുത്തി തീർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പാർട്ടിക്ക് ഒരേ സ്വരമാണെന്ന് പറയുമ്പോഴും പാർട്ടിയിൽ നിന്ന് തന്നെ വിമത സ്വരങ്ങൾ ഉയരുകയാണ്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പിണറായിയുടെ രാഷ്ട്രീയ ഭാവി എന്തെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വിജയം നേടുകയെന്നും കാത്തിരുന്ന് കാണാം.